Hi guys, welcome back to my channel. So yeah, I know it's been a long since I uploaded a video. For an entire summer I didn't upload any video. So now on I'll be very consistent. I'm really sorry guys. I hope you guys forgive me. So രാവിലെ എഴുന്നേറ്റ് അൽവട്ട് പെണ്ണിട്ടുള്ളൂ കുട്ടനെ ഇപ്പം എണ്ണീറ്റുള്ളൂ ഇന്ന് പറ്റിയൂടെ ഒരു കുരു വന്നേക്കുവാണ് ഇങ്ങനെ പാവം കുട്ടി പലക്ക് തേച്ച് കഴിഞ്ഞു എല്ലാം ഫുൾ ഫ്രഷായി ഡു മൈ സ്കിൻ കെയർ മൈ ഓപ്റ്റൻ ഫേസ് വാഷ് ഗോ വാഷ് ഒക്കെ while applying people just kick overview where I was having this that's not an excuse, but yeah, I'm really sorry guys. I couldn't upload any videos after the short film video, so I hope you guys enjoyed it. After that I couldn't upload anything. So this sem was an exhausting exam actually. Abel is having a gold or collection. That's it. Yeah, so while I'm applying this, let me tell the story. So yeah, the fourth sem was really exhausting. Oh my god, with the research and everything and exams, the subject was also, it was really bad. You could wash up and come. Hey, so Alisa, I need to do hi, Alisa. Wash my, I'll just dry up my face. So I'm back after washing and drying up my face. Oh, it's good. Yeah. Anyways, Alisa is so sweet. This is my sister Alisa. Those who don't know, but I know many of you know. This is my younger sister Alisa Maria Biju. Hello Alisa. So the phone is getting stuck. I don't know why. It's figuring it out. So yeah, എന്റെ പൊന്ന ഏബൽ എന്ത് ഇതാ എടുത്തു തരാം ഇത് ക്യൂലും just tie up my hair. Okay, അതിന് മുമ്പ് I 2 days back I cut my hair. This hair cut. So anyway, moving on. Yeah, so moving on. Face cream apply this morning and evening. It's more religious. ഇത് ഫസ്റ്റ്ലി കുറച്ച് ആദ്യത്തെ ഒരു കുറച്ച് സ്റ്റിക്കിനെസ് ഉള്ളൂ അത്ര സ്റ്റിക്കിനെസ് ഇല്ല ഇത് ഇഫ് യു അപ്ലൈ സംതിങ് ഓൺ യുവർ ഫേസ് കുറച്ച് എന്തെങ്കിലും കാണത്തില്ല പിന്നെ ഫോർ ലോക്കിംഗ് ഇറ്റ് ഓൺ അപ്ലൈയിങ് and now it's very lovely. എല്ലാവരും ഉണ്ട് ഏബിൾ ആൽബർട്ട് അലീസ എല്ലാവരും ഒരുമിച്ചിരുന്നു So this is Pond's Life Moisturizer. This is one of my favorite moisturizer. Budget friendly on it does its job. It's not sticky. Sela moisturizer is very sticky. So this is not sticky. Okay. So we're done with the hair comb, everything. Yeah, I know the sun, sun and the serum and the moisturizer is glowing. Yeah, anyway. Anyway, I'm just enjoying the moment. Okay, anyway, you know what? And Amma is taking class, online class എടുക്കുകയാണ്. And I know, I feel I need to take. ഇവിടെ ഗെയിം കളിക്ക് നിർത്തി എഴുതേക്ക. Amma is taking online class. See, അവിടെ ഒരു പോത്തും കുട്ടി കിടന്ന് ഉറങ്ങുന്നത്. I think പത്രം വായിച്ചിട്ട് ഉറങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു. അന്നെ എന്നെ കൊല്ലം യൂട്യൂബിലിട്ട്, പക്ഷേ അമ്മേനെ വേഗം പൊട്ടി. So ഇതാണ് കേസ്. Taking a day in my life video. So welcome to my channel. അമ്മച്ചി ആൻറ്റി ചപ്പാത്തി എന്തൊക്കെ ഉണ്ടാക്കണം. എന്താ വെച്ചാൽ ഉണ്ടാക്കുന്നത്? ചപ്പാത്തി ഉണ്ടാക്കണം. ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കും. ചപ്പാത്തി കാണുന്നു. ചപ്പാത്തി ഉണ്ട്, മുട്ടക്കറി,
മുട്ടക്കറി കൈ കൊണ്ടൊക്കെ തൊട്ടാൽ പിന്നെ ചൂടൊക്കെ പൊള്ളിക്കുന്ന സീന. അയ്യോ അതിനകത്തോട്ട് വെള്ളം. അമ്മച്ചി ചപ്പാത്തി അമ്മച്ചി കറിയില്ലാതെ കഴിക്കുവാണോ? ഓക്കെ കഴിക്കുന്ന സമയം 8:55. അമ്മയ്ക്ക് ക്ലാസ്സിലോട്ട് അമ്മയോട് ഇരിക്കുന്നു. അന്ന മേലിൽ ആൽബർട്ട് അവർ കളിക്കുവാൻ. എനിക്ക് ഫുഡ് ബിക്കോസ് ഞാൻ ഹോസ്റ്റലിൽ ഒരു 7 മാക്സ് 8:30 8 ഒക്കെ ആകുമ്പോൾ കഴിച്ചു കഴിയും. അപ്പോൾ മെസ്സ് അടയ്ക്കും. സോ അതുകൊണ്ട് ഐ എം റിയലി ഹംഗ്രി. ഐ ഗോ ഗൈസ് ഞാൻ റിയലി ഹംഗ്രി. സോ നമുക്ക് പോയി കഴിക്കാം എന്തെങ്കിലും. ഐ എം റിയലി ഹംഗ്രി. അപ്പോൾ ഓൾറെഡി കഴിക്കുക. നമ്മൾ ആരും വിളിച്ചില്ല. അപ്പം ആരും വിളിക്കാതെ കഴിക്കുവാണോ? ആരുമില്ല. ഞാൻ ഡേ മേലെ വീഡിയോ എടുക്കും. അപ്പം നേരത്തെ കഴിച്ചു ഗൈസ്. പപ്പ ആരെയും വിളിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച? എല്ലാവരും പപ്പ കഴിച്ച എല്ലാവരും കഴിച്ചിരുന്നു. പക്ഷെ ആരും കഴിച്ചിട്ടില്ല. അതാണ് സത്യം. അപ്പം ഞാൻ പോയി കഴിക്കാം. സോ ഗൈസ് എനിക്കിന്ന് ഞാൻ നേരത്തെ എടുത്തു ഗൈസ് ഉള്ളത് ചപ്പാത്തി ആൻഡ് മുട്ടക്കറി റിയലി ഗുഡ്. സോ ഗൈസ് ഞാൻ ഇത് കഴിക്കട്ടെ. ഇങ്ങനെ മുറിച്ചെടുക്കുന്നു. പാൽ ഒഴിച്ച കറി. ഓക്കെ അതാണ് എന്തൊരു പ്രത്യേക കളർ. അതാ ഗൈസ് പാൽ ഒഴിച്ച മുട്ടക്കറിയാണ്. പാൽ ഒഴിച്ച മുട്ടക്കറി ആയതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് കളർ. ഓക്കെ കുറച്ച് സവാള എടുക്കുന്നു. അങ്ങനെ ഇന്ന് എല്ലാവരും ഇവിടെ ഉണ്ട്. കാരണം ഇന്നലെ വരെ MBOC ഒക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിരുന്നു പിള്ളേരൊക്കെ. ഞാൻ വന്നതിൻ്റെ അടുത്ത ദിവസം ഞാൻ MBOC ആയിരുന്നു. അപ്പം അവർ 4 days കംപ്ലീറ്റ് വിട്ടിട്ടില്ലായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഫുൾ ടൈം കോളേജൊക്കെ ഉണ്ടോണ്ട് അമ്മ എക്സാം ഡ്യൂട്ടി, അങ്ങനെ പപ്പയ്ക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ പല ആൾക്കാരൊക്കെ പോകും. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അമ്മ രാവിലെ തന്നെ ഓൺലൈൻ ക്ലാസ്. അമ്മ അപ്പോൾ ഇന്നിപ്പം കുഞ്ഞമ്മി കൊച്ചൊപ്പ കസിൻസ് എല്ലാം വരും. അപ്പം വീട് ഫുള്ളായിരിക്കും. ഹൗസ് ഫുള്ളാണ് വീട്. എൻ്റെ സെക്കൻഡ് ഇയർ കഴിഞ്ഞു. ഞാൻ അങ്ങനെ എൻ്റെ സെം ബ്രേക്കിന് വന്നിരിക്കുകയാണ്. ഇവിടെ 1 ഇയറോടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബൈ ടു സെലമാനസ് കോളേജ്. അങ്ങനെ അപ്പം കുറേ പേര് എനിക്കൊന്ന് കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് ഇൻസ്റ്റഗ്രാമിൽ വണ്ടേഴ്സ് വിത്ത് അമലയ്ക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യാത്തവർക്ക് അവിടെ ഫോളോ ചെയ്യാം. കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ അവിടെ കാണും. ആൻഡ് ഓൾസോ കുറേ പേര് എന്നോട് ഇൻസ്റ്റഗ്രാം ചോദിച്ചായിരുന്നു സ്റ്റെല്ലർ എങ്ങനെയാണ് അഡ്മിഷൻ, എങ്ങനെയാണ് പ്രൊസീജിയേഴ്സൊക്കെ. ഈ സ്റ്റെല്ലർ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ തന്നെയായിരുന്നു. ആ സമയത്ത് കോവിഡിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് കോവിഡ് കഴിഞ്ഞിട്ടുള്ളൊരു സമയമായിരുന്നു. 2021 സംതിങ് 2021. അപ്പോൾ കോവിഡ് കഴിഞ്ഞുകൊണ്ട് ആയതുകൊണ്ട് ജസ്റ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും ഇല്ലായിരുന്നു. എനിക്കൊന്ന് ഓപ്പൺ ആയെന്ന് തോന്നുന്നു ഓൺലൈൻ ആപ്ലിക്കേഷൻ. അപ്പം വെബ്സൈറ്റിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് സെലമാനസ് കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അപ്പോൾ അത് ഫിൽ ചെയ്ത് കൊടുത്താൽ അവർ അടുത്ത സ്റ്റെപ്സ് ഒക്കെ പറയുന്നതായിരിക്കും. ആൻഡ് ഫർദർ യു ക്യാൻ കം ടു കോളേജ് ആൻഡ് ഡു ദ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. അപ്പോൾ അവർ ഡേറ്റ്സ് വരെ എല്ലാ അപ്ഡേറ്റ്സും കോളേജ് ഒഫീഷ്യൽ മെയിലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ എന്നോട് ചോദിച്ചു ഹോസ്റ്റലിൻ്റെ കാര്യമൊക്കെ. കോളേജിനകത്ത് തന്നെ ദർ ഇസ് ഹോസ്റ്റൽ, ബട്ട് ദെൻ ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇൻ ടു കോളേജ് ഹോസ്റ്റൽ. അതുകൊണ്ട് ഐ എം സ്റ്റേയിങ് ഔട്ട്സൈഡ് ഹോസ്റ്റൽ. അവിടെ സാന്തോം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കുറച്ച് 15 minutes ജേർണി ഉണ്ട് കോളേജിൽ നിന്ന്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. That's a really good hostel, and if you want any information, kindly just DM me the Instagram handle. I'll just tell my Stella experience. Maybe that will help you. അപ്പം ഇപ്പോൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞതേ ഉള്ളൂ. ആൻഡ് if I'm comparing the last term, which ഇപ്പോൾ കഴിഞ്ഞത് fourth term was really exhausting one. Many things were the research, project, assignments, പിന്നെ അതിൻ്റെ കൂടെ കലാകൃതി ക്ലബിൻ്റെ ഹെഡ് ആയതുകൊണ്ട് അതിൻ്റെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടെ ഉള്ള മാനേജ്മെൻറ്റ് ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ വി കാണ്ട് അക്കാഡമിക് വൈസ്. ഞാൻ പറയുന്നത് അക്കാഡമിക് വൈസ് ഐ എം നോട്ട് റിയലി ഗ്രേറ്റ് ആൻഡ് ഐ എം റിയലി വീക്ക് അറ്റ് മാത്സും. ഈ പ്രാവശ്യം എക്കണോമെട്രിക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എക്കണോമെട്രിക്സ് വാസ് വെരി ടഫ് ഫോർ മീ. ആൻഡ് ഓൾസോ മോണിറ്ററി ഓൾസോ വാസ് വെരി ഹാർഡ് ഫോർ മീ. അപ്പം മെയിൽ റിസൾട്ട് വരും. സോ അറിയത്തില്ല പാസ്സാവുമായിരിക്കും കേട്ടോ. ഇങ്ങനെ ചില എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞപ്പോൾ ചില അഡ്മിഷൻ കിട്ടിയ ഞാൻ പറഞ്ഞില്ല ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴിയായിരുന്നു. അപ്പോൾ ഞാൻ പലയിടത്തും കൊടുത്തായിരുന്നു. സെൻറ്റ് ജോസഫ്, ക്രിസ്ത്യാനിറ്റി, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. അപ്പം അവിടെ 2-3 കോളേജ് കിട്ടിയായിരുന്നു. പിന്നെ അവിടെ പോയില്ല. കാരണം നല്ല കോളേജ് വരട്ടെ നോക്കിയിരുന്നു.
CUT എഴുതിയായിരുന്നു. പക്ഷേ CUT റിസൾട്ട്സ് ഭയങ്കരമായിട്ട് ലാഗായി. അപ്പോൾ നമുക്ക് CUT അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ബാക്കപ്പ് പ്ലാനായിട്ട് എന്തെങ്കിലും വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഇവിടെ അപ്ലൈ ചെയ്യുന്നു, കിട്ടുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. സോ ഇഫ് യു ആസ്ക് മീ വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്, ലൈക്ക് ഡു യു റെക്കമെൻഡ് സ്റ്റെല്ല? സോ പേഴ്സണലി സെയിം വെരി ഓണസ്റ്റ് റിവ്യൂ ആണിത്. So if I'm talking about personal growth, it have helped me a lot because Stella Barnala, it's very, if you are really into academic, if you, like academic, the pressure is really high. Okay, no students with great marks, with great ambitions and all coming to Stella, great placements in Stella. The competition is really high. അപ്പോൾ നിങ്ങൾക്ക് പ്രഷർ താങ്ങാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് ഇയർ ആയിരുന്നു കൂടുതൽ പ്രഷർ. എനിക്ക് ആദ്യത്തെ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് വി ട്രൈ ടു ബ്ലെൻഡ് ഇൻ, ട്രൈ ടു ഗോ വിത്ത് ഫ്ലോ ബിക്കോസ് വി ഹാവ് ടു. ഏതായാലും നമ്മൾ ഇത് വന്നു. അപ്പം ഇതിനുള്ളത് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി Stella പറഞ്ഞാൽ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എ ഗ്രൂപ്പ് ഓഫ് ഗുഡ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ഇറ്റ്സ് റിയലി ഗുഡ്. കോളേജ് ലൈഫ് ഈസ് ഗോയിങ് ടു ബി റിയലി ഗുഡ്. അപ്പം കോളേജ് ലൈഫ്, ഐ മീൻ കോളേജ് ക്യാമ്പസ് ഒക്കെ ഇറ്റ്സ് റിയലി ഗുഡ്. പിന്നെ അത്ര വലിയ ക്യാമ്പസ് ഒന്നും അല്ല, പക്ഷേ ഇറ്റ്സ് റിയലി മീൻ ലൈക്ക് നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞു വീട് പോലെ അങ്ങനെ. ബിക്കോസ് എസ്പെഷ്യലി പീപ്പിൾ ഹു ആർ ലൈക്ക് സ്റ്റേയിങ് അവേ ഫ്രം ഹോം, Stella എപ്പോഴും നമുക്ക് ലൈക്ക് Stella പറ്റി കുറ്റം പറയുകയില്ല. എനിക്ക് യൂട്യൂബിൽ കയറി Stella പറ്റി അത്ര കുറ്റം പറയാൻ വരത്തില്ല. ബിക്കോസ് കോളേജ് ബോത്ത് പ്രോസ് ഉണ്ട്, കോൺസ് ഉണ്ട്. അപ്പം ഇങ്ങനെ അക്കാഡമിക് വൈസ് നിങ്ങൾക്ക് അത്ര ഭയങ്കര പ്രോജക്റ്റ് അസൈൻമെൻ്റ് ഉണ്ട്, എപ്പോഴും എക്സാംസ് ആണ്. അപ്പോൾ ഓരോ മാസം CA1 CA2 അടുത്ത CA, പിന്നെ അത് ഇൻ്റർണൽ, എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. എന്നാൽ കൂടുതൽ അക്കാഡമിക്കിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാവുള്ളൂ. ഇപ്പോൾ ലൈക്ക് ഇഫ് യു വാണ്ട് എൻജോയ് കോളേജ് ലൈഫ് എന്നോട്, ദിസ് ഇസ് നോട്ട് എ പ്ലേസ്. ഓക്കെ, ഓഫ് കോഴ്സ് യു ക്യാൻ എൻജോയ്, പക്ഷേ ഇവിടെ എൻജോയ്മെൻറ്റിനെക്കാട്ട് കൂടുതൽ അക്കാഡമിക്കിനാണ് ഇവിടെ കൂടുതൽ അവർ ഫോക്കസ് കൊടുക്കുന്നത്. Of course, co-curricular activities, outside college events are there, college department events, college events, everything is there, club events. പക്ഷേ ഇവിടെ കൂടുതൽ ഇഫ് യു വാണ്ട് എൻജോയ് കോളേജ് ലൈഫ്, ഐ ഡോണ്ട് തിങ്ക് Stella is a place to enjoy college life. പിന്നെ ഇനി ഒരു വർഷം കൂടെ ഉള്ളൂ, ഒരു വർഷം BA എക്കണോമിക്സ് കഴിഞ്ഞിട്ട് എന്ത് പ്ലാൻ എന്ന് കുറേ പേര് ചോദിച്ചാൽ എന്നോട്. അപ്പോൾ ഇതുവരെ ഐ ഹാവ് ബിൻ ഡിസൈഡ് യെറ്റ്. അപ്പം സോ ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് MA എക്കണോമിക്സ്, ദാറ്റ്സ് ഫോർ ഷുവർ. ഇപ്പം ഫോർ നൗ മൈ പ്ലാൻ ഇസ് ടു ടേക്ക് MBA, ആൻഡ് ഫോർ ടേക്കിംഗ് MBA I have to, I mean, there are colleges which we don't have to write CAT exam, but I'm going to write CAT exam. My foundation is really weak in maths, so I have to start doing that. MBA എടുക്കാനാണ് ഇപ്പോഴത്തെ പ്ലാന്. അറിയത്തില്ല, ഇനി ഒരു വർഷം കൊണ്ടാണ്. അപ്പോൾ ഒരു വർഷം ഇനി ഡിസിഷൻ മാറാൻ കയറത്തില്ല. അപ്പോൾ അങ്ങനെ MBA എടുക്കാനാണ്. CAT exam എഴുതണം. CAT exam ഒരു നവംബർ ആയിരിക്കും. ബൈ. ഭയങ്കര സ്നേഹമാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര അടിയായിരിക്കും. നോക്കിയാണ് അടി കരച്ചിലായി. ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് വെയിറ്റ് ഫോർ ലൈക്ക് 2 minutes ഉണ്ട്, 1 minute. പിന്നെ ഇവിടെ അലീസ കരച്ചിലോ എല്ലോ, പിന്നെ ഒന്നും ഇവിടെ ഫുൾ ഇതാണ്. അലീസ ആൽബർട്ട് ഫുൾ ടൈം, ഞാൻ വന്നപ്പോൾ തൊട്ട് ഫുൾ ടൈം അടിയാണ്. ആൽബർട്ട് അടി വാങ്ങട്ടോ, അടി വേണോ? എപ്പോഴും ഇങ്ങനെയാണ് അലീസ ആൽബർട്ട്. വന്നടി അലീസ ആൽബർട്ട്. ആദ്യത്തെ ഒരു സെക്കൻഡ് എങ്ങനെ ഭയങ്കര സ്നേഹത്തിലായിരിക്കും, അടുത്തൊരു സെക്കൻഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു അടിയായിരിക്കും. മാഡം ഇസ് നോട്ട് ഈവൻ ലുക്കിംഗ്. അലീസ മാഡം സ്കിൻ കെയർ എല്ലാവരും അറിഞ്ഞല്ലോ, ടൈലർ സ്വിഫ്റ്റിൻ്റെ The tortured poet department. ഏബലും ആൽബർട്ടും എൻ്റെ ലാപ്ടോപ്പിൽ കളിച്ചിട്ട് ലാപ്ടോപ്പ് ഇതിപ്പോൾ ഇങ്ങനത്തെ രീതിയിലാക്കി. ഞാൻ അവൻ്റെ പുറകിന് ഓടി യൂട്യൂബിൽ പിന്നെ തേജസ്സുള്ള ചിരി കാണിക്കും. ചിരിയില്ല. ആൽബർട്ടിന് ഏബലിനെ പുറകിന് ചൂറിലോണ്ട് നടക്കുന്നത്. ഈ വെയിൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അവന്മാർ ഡെയിൻമേ ലൈഫ് ഇതെല്ലാം നേടുന്നുണ്ട്. ഈ പുള്ളിക്കാരത്തി ഓടി നടക്കും, വെയിലത്തോടെ ഉണക്കോ വീടിന് ഫുൾ ചുറ്റി ഓടിപ്പിക്കുക. മതിൽ ഒടുക്കത്തെ വെയിലാണ്, കണ്ടാലേ മനസ്സിലാവുക ഗൈസ് നിങ്ങൾക്ക്. ആൽബർട്ട് എവിടെയാണ്? ആൽബർട്ട് അപ്പുറത്തെ ഏതോ വീട്ടിലുണ്ട്. എന്തിനാണ്? സുലക വീട്ടിലാണോ? ജോലിയില്ല, എനിക്കിതാ വഴി. ഇപ്പം ചുമ്മാ എന്നെ ഗൈസ് ഞാൻ കാണിച്ചത് ലാപ്ടോപ്പിൻ്റെ സ്റ്റേജ്. ഞാനൊരു 1 മണിക്കൂറുണ്ട് കേൾക്കാൻ പറഞ്ഞു. ആരാണ് ലാപ്ടോപ്പ് ഫുൾ കേടാക്കി. ഏബൽ വീട്ടിൽ കയറിയിട്ട് കുറേ സമയമായി. ഞാനാണെങ്കിൽ ഏബലിനെ എന്തായാലും നമുക്ക് പ്രശ്നം
ഇവനും ഇവന്റെ അനിയനും എല്ലാം രണ്ടുപേർക്കും നാരങ്ങ ഉള്ളായിരുന്നു. അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് കുടിച്ച് നാരങ്ങ വെള്ളം. ഇന്ന് വൈകിട്ടൊരു കോമ്പയറിംഗ് ഉണ്ട്, അവൾ ചെയ്യാണ്. ലാപ്ടോപ്പ് ശരിയായി, അമ്മ തൊട്ടപ്പോൾ ശരിയായി ഗൈസ്. അപ്പം അമ്മ നാരങ്ങ മുറിക്കാം. ഗൈസ് കണ്ട നാരങ്ങ സൂപ്പർ ടേസ്റ്റ്. ഗൈസ് കണ്ട ആൽബർട്ട് അപ്പുറത്തെ വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. കാരണം ലാപ്ടോപ്പ് ടേബിൾ പുറത്ത്. ഇവർ രണ്ട് ആൽബർട്ട് കാണുന്നുണ്ടോ? ആൽബർട്ട് അവിടെ ഉണ്ട്, അവനെ പേടി. പേടിത്തുറിയായ കൂട്ടനെങ്കി വാ എന്തോ അന്ന ഇപ്പോഴും കോമ്പയറിങ് എഴുതുകയാണ്. മതി മതി പറയുമ്പോ അലീസ ലോകം മൊത്തം ചുറ്റിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. ഹായ് പറ. ഓക്കെ ആൽബർട്ട് അങ്ങനെ നാരങ്ങ വെള്ളം കുടിച്ച് തീർക്കടാ. ഏബിൾ ആരുടെയൊക്കെയോ വീഡിയോ കാണുന്നോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ് അങ്ങനെ കെയറോസ് പ്രോഗ്രാമിന് വേണ്ടി തെർമോക്കോളും കുറേ കളർ പേപ്പേഴ്സൊക്കെ റോസ്റ്റിനോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതെല്ലാം ഇനി നമ്മൾ ഫുൾ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കണം. അതാണ് ഇനിയും ഉള്ള പരിപാടി. പാട്ട് കേട്ട് ഇങ്ങനെ KIORS ഒക്കെ എഴുതി ഇനിയും വെട്ടിയെടുക്കണം. കെ മാത്രമേ വെട്ടിയെടുത്തുള്ളൂ. അതാണ് ഇവിടുത്തെ അപ്ഡേറ്റ്സ്. എന്നിട്ട് അന്ന സൈഡിലേക്ക് ഉണ്ട് താഴെ ഫുൾ. സോ സമയം ഇപ്പോൾ 2:45 ആയി. ഫുഡൊക്കെ സമയം കഴിഞ്ഞു. അത് പണിയെടുക്കുന്നുണ്ട്. ഞാനവിടെ വെട്ടി കയറോസൊക്കെ വെട്ടി 24 വെട്ടാറുണ്ട്. അങ്ങനെ നമ്മളുള്ള ഇതൊക്കെ ഫുഡ് കഴിക്കണം. നമുക്ക് ചെന്ന് കഴിക്കാൻ ചോറ്, പയറ്, മീൻകറി, പിന്നെ ഒരു ഈ കായൻ്റെ എന്തോ സാധനം. ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി. ഞങ്ങളിങ്ങനെ കാണി പാട്ടാറങ്ങി കുറച്ച് വെയില്ല. സോ ഗൈസ് അങ്ങനെ കുളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പോയി കേട്ടോ. ഫേവറേറ്റ് ബ്ലാക്ക് സ്റ്റുഡിയോ applying serum. This only fan off ചെയ്തല്ലേ This is the most chaotic get ready with me video. People, thank you Alisa. This is the only person who support me while taking video. Yeah. Anyway, so നമ്മൾ face serum apply ചെയ്തു കഴിഞ്ഞു. Before doing anything, I'll just apply this Vaseline. This is Vaseline Cocoa Butter Sponge Light Moisturizer. And I love doing skincare videos more than anything. I love doing skincare.
ഒന്ന് മാറിക്കട്ടെ. സംസ്കൃതിയൊക്കെ ഇത് തീർന്നാൻ തോന്നുന്നു. മുടി വെട്ടിയതുകൊണ്ട് easy for me to manage. Yeah. The thing with the products I'm using is it's not that much sticky. It's not sticky. It's just if moisturizer also it's not sticky. Ecological sunscreen. It's a fan of you. Ecological sunscreen also is non-sticky, so അതുകൊണ്ട് it's really good. Like എൻ്റെ combination is like dry and oily everywhere. അതുകൊണ്ട് I apply ഇങ്ങനത്തെ sunscreen ആണ്. Ecological sunscreen I'm using for like ഒരു 1 year. I think more than 1 year I'm using. So I can recommend you this. Thank you Alisa. Fan of it. Good. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Turn this അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പള്ളിയിലാണ് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ പള്ളിയിൽ പോയി നമ്മൾ ഡെക്കറേഷൻ നടത്താം. വീട്ടിലെ എണ്ണം കൂടിയിട്ടുണ്ട്. എല്ലാവരും ആൾക്കാരുടെ എണ്ണം കൂടി. ഇതാണ് ഏഞ്ചൽ. അവരുടെ എണ്ണം കൂടി. അപ്പോൾ എപ്പോഴും പേപ്പർ അലീസ കൊച്ചോക്ക പല ആൾക്കാർ അങ്ങനെ വീട്ടിൽ എണ്ണം കൂടിയിരിക്കുകയാണ്. അന്നയുണ്ട് അന്ന മേളം കണ്ടു. അങ്ങനെ മുഖം കഴിയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. കഴുത്തൊക്കെ ആയിട്ടുണ്ട്. കിടക്കാൻ പോകുന്ന നാളെ പള്ളിയിൽ പോകണം. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. This is just this raw, real. This is how my day goes. This is scientifically watching the video. I hope you guys enjoyed the whole day in my life. This is just a normal random. It's rare actually. കാരണം എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ it's just a normal day in my life video. Hope you guys enjoyed. So do like, share, subscribe to my channel. Good night.